ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ സബ്ജക്റ്റിനും 20 മാർക്കാണ്. ടോട്ടൽ 60 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫിസിക്സ് ആണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഒബ്സർവ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഇലക്ട്രിക് ചാർജ് കുളമ്പ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ എന്തായിരിക്കും? ഓക്കെ, ഫാരഡേ. ഹൗ മെനി സെക്കൻഡ് മേക്ക് 1 സോളാർ ഡേ? ഓപ്ഷൻസ് 3 എണ്ണം ഉണ്ട്. 24 സെക്കൻഡ്, 60 സെക്കൻഡ്, 86,400. കറക്റ്റ് ആൻസർ how many seconds makes 1 solar day? That is 86,400 seconds. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഡിസൈൻ ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഈസ്. ഡിസൈനിങ് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഈസ് സ്ട്രീം ലൈനിങ്. എന്താണ് സ്ട്രീം ലൈനിങ്? ഓക്കെ, നാലാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മോർ സസെസിബിലിറ്റി? സ്റ്റീൽ, സോഫ്റ്റ് അയൺ. സ്റ്റീൽ ഓർ സോഫ്റ്റ് അയൺ? അപ്പോൾ ആൻസർ സോഫ്റ്റ് അയൺ. അഞ്ചാമത്തെ ചോദ്യം. ദ ഫോളോയിങ് ഫിഗേഴ്സ് ഡെപ്പിക്റ്റ് 2 ഇലക്ട്രോമാഗ്നറ്റ്സ് മെയ്ഡ് ഫ്രം 2 അയൺ നെയിൽസ് ഓഫ് സെയിം സൈസ്. വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റ്? ഇതിലേതാണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതെന്ന്? അപ്പോൾ ഓപ്ഷൻ എ ആണ്. എ ആണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, 5 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. കപ്പാസിറ്റൻസ്, ഫാരഡേ. How many seconds makes 1 solar day? 86,400 seconds. Designing the shape of an object in order to reduce friction is streamlining. Which of the following has more susceptibility? Soft iron. The following figures depict 2 electromagnets made from 2 iron nails of same size. Which is the strongest electromagnet? That is this one. Okay, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Answer any 5 questions from 6 to 13. Questions carries 2 score. 2 മാർക്ക് വീതമാണ്. അപ്പോൾ 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ആറാമത്തെ ചോദ്യം ഇതാണ്. ദ റേഡിയസ് ഓഫ് എ കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഈസ് 40 cm. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. ഫോക്കൽ ലെങ്ത് കാണാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ R = 40 cm എന്ന് തന്നിട്ടുണ്ട്. R = 40 cm. R = 40 cm എന്ന് പറഞ്ഞിട്ട്, അതായത് റേഡിയസ് 40 cm ആണ്. ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ R/2 ആണ്. R/2 ആണ്. ദാറ്റ് ഈസ് 40/2. ദാറ്റ് ഈസ് 20 cm. അപ്പോൾ ആൻസർ എത്രയാണ്? 20 cm. ഓക്കെ, ആൻസർ 20 cm. But the radius of a curvature of a concave mirror is 40 cm. Find the local length of the mirror എന്ന് പറഞ്ഞാൽ ഈ റേഡിയസിൻ്റെ പകുതി ആക്കിയാൽ മതി. ദാറ്റ് ഈസ് 20 cm. ഇനി ബി ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ദ സ്പെറിക്കൽ മിറർ ആർ യൂസ്ഡ് ആസ് റെയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്? കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ എന്താണ്? സ്പെറിക്കൽ മിറേഴ്സ് യൂസ്ഡ് ഹാസ് റെയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്. വാഹനങ്ങൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. ഇനി അടുത്തത്. ഡ്രോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗിവൺ പോൾസ് ഓഫ് മാഗ്നറ്റ്. ഇവിടെ എസും തന്നിട്ടുണ്ട്. റൈറ്റ് എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. 2 പെക്യുലാരിറ്റീസ് ആണ് എഴുതാൻ പറഞ്ഞത്. ഒന്നാമത് നമുക്ക് എഴുതാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് 1 each other. ഡു നോട്ട് ഇൻ്റർസെക്റ്റ് 1 each other. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് എ ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് 1 each other. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് എ ഫോഴ്സ് ആർ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. 1 millimeter is the least count of a meter scale. What do you mean by least count? എന്താണ് least count എന്ന് പറഞ്ഞാൽ? The smallest length that can be accurately measured using a meter scale is its least count. എന്തൊക്കെയാണ്? The smallest length that can be accurately measured using a meter scale is its least count. രണ്ടാമത്തെ ചോദ്യം. Arrange the following units in ascending order of their values. ഓക്കെ,
ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ ഡിവൈസ്. ഈ ഡിവൈസ് എന്താണെന്ന് നിങ്ങൾ പറയണം. എന്താണ്? ഇലക്ട്രോസ്കോപ്പാണ്. എന്താണ് ഈ ഡിവൈസ്? ഇലക്ട്രോസ്കോപ്പാണ്. 2ാമത്തെ ചോദ്യം, വെൻ യു ടച്ച് the metallic sphere of this device with a charged object, what do you observe? Okay, the leaves repulse each other. When you touch the metallic sphere of this device with a charged object, what do you observe? But the leaves repulse each other. Okay, now at the classify the following as acceleration and retardation: a ball rolling on a level ground, a train starting from station, motion of a stone thrown up when it goes up, a coconut falling from coconut tree. ഏതാണ് ഇതിൽ? റിട്ടാർഡേഷനും ആക്സിലറേഷനും ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്, അത് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ. ഓക്കെ, ഇനി അടുത്തത്, എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം സ്റ്റേഷൻ, ആക്സിലറേഷൻ. 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 മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് വെൻ ഇറ്റ് ഗോസ് അപ്പ്, റിട്ടാർഡേഷൻ. ഓക്കെ, റിട്ടാർഡേഷൻ. ഓക്കെ, റിട്ടാർഡേഷൻ. എ കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ, ആക്സിലറേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം, ദ വെയ്റ്റ് ഓഫ് എൻ എയർ കോളം ഓവർ അണ്ടിൽ ഏരിയാസ് ഓഫ് എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ? എന്താണ്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ? എന്താണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വെയ്റ്റ് ഓഫ് ആൻ എയർ കോളം എബോവ് യൂണിറ്റ് ഏരിയ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് അറ്റ് സീ ലെവൽ ഈസ് കൺസിഡേർഡ് ആസ് 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ. എന്താണ്? The weight of an air column above unit area on the surface of earth at sea level is considered as 1 atmospheric pressure. Name the instrument used to measure atmospheric pressure. Barometer. 12ാമത്തെ ചോദ്യം നോക്കാം. Two identical balloons, one filled with water and the other kerosene of equal quantity. Identify the balloon filled with water. ഇതിൽ ഒന്നിൽ കെറോസിനും ഒന്നിൽ വാട്ടറുമാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഏത് ബലൂണാണ് വാട്ടർ ഫില്ല് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? ബി ആണ്. ഓക്കെ, ആൻസർ ബി ആണ്. ബലൂൺ ഫിൽഡ് വിത്ത് വാട്ടർ ഏതാണ്? ബി ആണ്. ഓക്കെ, വൈ ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ബലൂൺ അപ്പിയർ ഡിഫറെൻറ്റ് ഇൻ ഫിഗേഴ്സ് ആൻഡ് എ ആൻഡ് ബി? ഇതിലും എന്താണ് ബലൂണിൻ്റെ എക്സ്പാൻഷന് ഡിഫർ ചെയ്തിരിക്കുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് കെറോസിൻ. ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് കെറോസിൻ. മണ്ണെണ്ണയെക്കാട്ടിയും ഡെൻസിറ്റി കൂടുതലായിരിക്കാണ് വെള്ളത്തിനാണ്. ഓക്കെ, 13ാമത്തെ ചോദ്യം നോക്കാം. Two immiscible liquids A and B of density. Two immiscible liquids A and B of density 0.81 respectively are taken in a beaker. Which liquid comes on the upper layer? ഏത് ലിക്വിഡാണ് അപ്പർ ലെയറിൽ വരികയെന്ന്? 0.8 gram ആണ്, ഒന്ന് 1 gram ആണ്. ഏതാണ്? ലിക്വിഡ് എ ആണ് അപ്പർ ലെയറിൽ വരിക. ഗീവ് റീസൺ. ദ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ലോവർ ഡെൻസിറ്റി ഫ്ലോട്ട്സ് ഓൺ ദ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ഹയർ ഡെൻസിറ്റി. ലോവർ ഡെൻസിറ്റി ഉള്ളത് എപ്പോഴും എന്താണ്? ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, 14ാമത്തെ ചോദ്യം നോക്കാം. ആൻസർ എനി 2 questions from 14 to 16. Each carries 3 score. Complete the following diagram by detecting the path of reflected rays. Write any 2 features of image. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ്. എന്തായിരിക്കും? റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ്. ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ എ മാനർ അൺഹെൽത്തി ടു ഹ്യൂമൻ ബീയിങ്സ് ഇൻ നോയ്സ് പൊല്യൂഷൻ. റൈറ്റ് എനി 2 harmful effects ഓഫ് നോയ്സ് പൊല്യൂഷൻ. ശബ്ദമലിനീകരണത്തിൻ്റെ 2 effects എന്തെങ്കിലും എഴുതാൻ. റൈറ്റ് എനി 2 methods ടു മിനിമൈസ് നോയ്സ് പൊല്യൂഷൻ. ഇത് കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്താണ് എഫക്ട്സ്? ഇറ്റ് എഫക്ട്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇറ്റ് ഇൻക്രീസ് BP, ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, അഫക്റ്റ് ഡൈജഷൻ. ഓക്കെ, അപ്പോൾ അത് 2 എഴുതിയാൽ മതി. ഇറ്റ് എഫക്റ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇറ്റ് ഇൻക്രീസസ് BP, ഇൻക്രീസസ് ഹാർട്ട് ബീറ്റ്, എഫക്റ്റ് ഡൈജഷൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ഇൻ 2 methods ടു മിനിമൈസ് നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാൻ എന്താ ചെയ്യുക? യൂസ് ഓഫ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾ ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. പ്ലാന്റ്സ്
as many trees as possible, ensure that silencers in vehicles work properly. രണ്ടെണ്ണം എഴുതിയാൽ മതി. യൂസ് ഓഫ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. പ്ലാന്റ്സ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ. ഓക്കെ, 16ാമത് ചോദ്യം നോക്കാം. ദ ഫോളോയിങ് ഫിഗർ ഡെപിക്ട്സ് ദ പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ടേക്സ് 10 seconds ടു ട്രാവൽ ഫ്രം P to R through Q at uniform speed. Observe the figure and answer the following questions. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണ്? What is the speed of the object among velocity and speed? Which one is a vector quantity? Why? അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഫോളോയിങ് ദ വേ പാത്ത് ഓഫ് ഒബ്ജക്റ്റ് വിച്ചിട്ട് 10 seconds ടു ട്രാവൽ P to R. 10 സെക്കൻഡാണ് P to R നിന്ന് സമയം എടുക്കുന്നത്. പിയിൽ നിന്ന് ആറിലേക്ക് യാത്ര ചെയ്യാൻ 10 seconds എടുത്തു. അതും Q വഴിയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇവിടെ സ്പീഡാണ് കാണേണ്ടത്. സ്പീഡ് കാണാനുള്ള എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 320 ആണ്. അപ്പോൾ 320 ഡിവൈഡഡ് ബൈ 10 seconds. 320 ഡിവൈഡഡ് ബൈ 10 seconds. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 32 meter per second. എത്രയാണ് ആൻസർ വരുന്നത്? 32 meter per second. 32 meter per second. എന്താ ചെയ്തത്? സ്പീഡ് കാണാനുള്ളത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 320 ആണ്. ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. അപ്പോൾ 320നെ 10 seconds കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 32 meter per second കിട്ടി. ഇനി അടുത്തത് എന്താണ്? വെലോസിറ്റി ആൻഡ് സ്പീഡ്. വിച്ച് വൺ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി? ഇതിലേതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ഏതാണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റിക്ക് എന്തുണ്ട്? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനും. അപ്പം നമ്മൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. നമുക്ക് പാർട്ട് 2 ആയിട്ടിടാം. ഓക്കെ, താങ്ക് യു.